CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിന്തൽമണ്ണ നഗരത്തിലെ ട്രാഫിക് കുരുക്കിന് ശാശ്വത പരിഹാരം കാണാനുള്ള പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് പെരിന്തൽമണ്ണ മണ്ഡലം LDF സ്ഥാനാർത്ഥി VP മുഹമ്മദ് ഹനീഫ. ആവേശോജ്വലമായ പ്രകടനത്തിന്റെ അകമ്പടിയോടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വരാനിരിക്കുന്ന മണിക്കൂറുകളിൽ മണ്ണാർക്കാട്ടെ മുസ്ലിം ലീഗിന്റെ ഐക്യം ബോധ്യപ്പെടുമെന്ന് UDF സ്ഥാനാർത്ഥി N ഷംസുദ്ദീൻ MLA. വൻ പ്രവർത്തക നിരയുടെ അകമ്പടിയോടെ തഹസിൽദാർ മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒറ്റപ്പാലം ഷൊർണൂർ നിയോജക മണ്ഡലങ്ങളിലെ മുന്നണി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഒറ്റപ്പാലം NDA സ്ഥാനാർത്ഥി ഒഴികെയുള്ളവരാണ് ശനിയാഴ്ച പത്രിക സമർപ്പിച്ചത്. UDF സ്വതന്ത്രൻ PK ശശി ദൈവനാമത്തിലാണ് പ്രതിജ്ഞ ചെയ്തത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട് മണ്ഡലത്തിൽ BJP സഖ്യത്തിന്റെ വിജയം സുനിശ്ചിതമാണെന്ന് സ്ഥാനാർത്ഥി ഐസക് വർഗീസ്. മണ്ഡലത്തിൽ BJP 3-ാം സ്ഥാനത്താകുമെന്ന പ്രവചനങ്ങൾ ഇത്തവണയും തിരുത്തപ്പെടുമെന്നും സ്ഥാനാർത്ഥി പറഞ്ഞു. വരാനിരിക്കുന്ന മണിക്കൂറുകളിൽ മണ്ണാർക്കാട്ടെ മുസ്ലിം ലീഗിന്റെ ഐക്യം ബോധ്യപ്പെടുമെന്ന് UDF സ്ഥാനാർത്ഥി N ഷംസുദ്ദീൻ MLA. വൻ പ്രവർത്തക നിരയുടെ അകമ്പടിയോടെ തഹസിൽദാർ മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർട്ടിക്കുള്ളിൽ നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും എല്ലാവരും ഒറ്റക്കെട്ടാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പത്രികാ സമർപ്പണ വേളയിൽ ചില നേതാക്കളുടെ അഭാവം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ആരെയും നിർബന്ധിച്ച് കൊണ്ടുവന്നിട്ടില്ലെന്നും അസൗകര്യങ്ങൾ കാരണം ചിലർക്ക് എത്താൻ കഴിയാഞ്ഞതാണെന്നും അദ്ദേഹം മറുപടി നൽകി. അങ്ങനെ ഒരു സംഗതി ഇല്ലല്ലോ. അതൊക്കെ നേതൃത്വം കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പ്രഖ്യാപിക്കും, അതിനനുസരിച്ച് നടക്കും. ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം, അതെല്ലായിടത്തും ഉണ്ടാവും. അതൊക്കെ ഒരു തീരുമാനം വരുന്നതോടുകൂടി പിന്നെ പാർട്ടി ഒറ്റക്കെട്ടാണ്, മുന്നണി ഒറ്റക്കെട്ടാണ്. ഞങ്ങളിവിടെ ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ ടീം UDF ആണ്. അല്ല, അങ്ങനെ ഓരോ പരിപാടിയിലും എന്തെങ്കിലും കാരണവശാല കാര്യങ്ങൾ ഇല്ലാതിരിക്കാം. അപ്പൊ നമ്മളങ്ങനെ ആ രീതിയിൽ അവരൊക്കെ ഞാൻ അങ്ങനെ പറയുമ്പോൾ ആരാണില്ലാത്തത്, എന്തുകൊണ്ട് പലരും നിന്ന് വരാൻ പറ്റാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോമിനേഷൻ കൊടുത്തോളൂ. നമ്മൾ നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ എല്ലാവരുടെയും സമ്മതം വാങ്ങും. എല്ലാവരും സമ്മതവും സന്തോഷമൊക്കെ തന്നെ അറിയിച്ചു. ചിലർ പറഞ്ഞു ഞങ്ങൾക്ക് ഇന്ന തിരക്കുകളുണ്ട്, എൻ്റെ അടുത്ത് പോകുന്നു. അങ്ങനെ ആരെയും ഞങ്ങൾ നിർബന്ധിച്ചിട്ടില്ല. എല്ലാവരും സൗകര്യപ്പെടുന്നവരൊക്കെ വരാൻ പറഞ്ഞു. കുറെ പേര് വന്നു, കുറെ പേര് അസൗകര്യം അറിയിച്ചു. എല്ലാവരുടെയും ആശീർവാദം തീർച്ചയായിട്ടും. ഇനി വളരെ കുറഞ്ഞ ദിവസമേ ഉള്ളൂ. ഇവിടെ UDF വളരെ ശക്തമായി ഒരു രാഗമായി, ഒരു താളമായി എന്ന് പറയുന്ന പോലെ UDFന്റെ പ്രവർത്തനം ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ നിയോജക മണ്ഡലത്തിൽ കാണാൻ സാധിക്കും. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. അത് കേരളത്തിലുടനീളം പ്രകടമാകുന്ന രാഷ്ട്രീയമാണ്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും തമ്മിലുള്ള മത്സരമാണ്. UDF അതിന്റെ രാഷ്ട്രീയ നിലപാടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ രാഷ്ട്രീയ നിലപാടുകളാണ് ജനങ്ങളുടെ മുമ്പിലുള്ളത്. ആ രാഷ്ട്രീയ നിലപാടിനുള്ള വോട്ട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നതാണ്. ഇവിടെ ഒരു പുതിയ മാറ്റം, ഒരു പുതുയുഗത്തിലേക്ക് ഈ സംസ്ഥാനത്തെ നയിക്കാനുള്ള ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവിന്റെ പ്രഖ്യാപനം, കോൺഗ്രസ് ലീഡർഷിപ്പിന്റെ പ്രഖ്യാപനം, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ അടങ്ങുന്ന ഞങ്ങളുടെ നേതൃത്വം, പാണക്കാട്ടെ തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും PJ ജോസഫും ഒക്കെ അടങ്ങുന്ന ഞങ്ങളുടെ നേതൃത്വം, അവർ വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. UDF പ്രവർത്തകരുടെ ആവേശോജ്വലമായ സാന്നിധ്യത്തിലാണ് MLA പത്രികാ സമർപ്പണം പൂർത്തിയാക്കിയത്.
CCN മണ്ണാർക്കാട്. ഒറ്റപ്പാലം ഷൊർണൂർ നിയോജക മണ്ഡലങ്ങളിലെ മുന്നണി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഒറ്റപ്പാലം NDA സ്ഥാനാർത്ഥി ഒഴികെയുള്ളവരാണ് ശനിയാഴ്ച പത്രിക സമർപ്പിച്ചത്. UDF സ്വതന്ത്രൻ PK ശശി ദൈവനാമത്തിലാണ് പ്രതിജ്ഞ ചെയ്തത്. ഷൊർണൂർ നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി P മമ്മിക്കുട്ടി, UDF സ്ഥാനാർത്ഥി P ഹരിഗോവിന്ദൻ, NDA സ്ഥാനാർത്ഥി ശങ്കുട്ടി ദാസ് എന്നിവർ പാർട്ടി നേതാക്കൾക്കൊപ്പവും പ്രവർത്തകർക്കൊപ്പവും എത്തിയാണ് പത്രിക സമർപ്പിച്ചത്. ഷൊർണൂർ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ തഹസിൽദാർ PP സീനയ്ക്ക് മുൻപാകെ പത്രിക സമർപ്പിച്ചു. ഒറ്റപ്പാലം മണ്ഡലത്തിലെ ഇടതു സ്ഥാനാർത്ഥി K പ്രേംകുമാറാണ് പാർട്ടി നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം ആദ്യം എത്തിയത്. സബ് കളക്ടർ അഞ്ജിത് സിംഗ് മുൻപാകെ പത്രിക സമർപ്പിച്ചു. ഏതെങ്കിലും ഒരാളുടെ സ്പോൺസറായി തന്നെ കാണേണ്ട കാര്യമില്ല എന്ന് K പ്രേംകുമാർ MLA മാധ്യമങ്ങളോട് പറഞ്ഞു. സംഘടനയിൽ പാർട്ടിയിലൊക്കെ നമ്മുടെ ആ നിലയിൽ തിരുത്താനും ചേർത്ത് പിടിക്കാനും ഒക്കെ പരിശ്രമിച്ചിട്ടുണ്ട്. അതെല്ലാം ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി വരുന്നതാണ്, കൂട്ടായ പ്രവർത്തനമാണ്. അല്ലാതെ ഒരാളുടെ ആളായിട്ടല്ല നമ്മളൊന്നും പ്രവർത്തിക്കുന്നത് നിൽക്കുന്നതും. ഇന്നും അങ്ങനെയല്ല, നാളെയും അങ്ങനെയല്ല. അങ്ങനെ പറ്റുകയുമില്ല ഈ പാർട്ടിയിൽ. അങ്ങനെ നമ്മുടെ സുഹൃത്തുക്കൾ ഓരോരുത്തരും ഓരോ പാർട്ടിയിൽ ചേരുമ്പോൾ അവരോടൊപ്പം പോയാൽ നമുക്ക് എത്ര പാർട്ടി വേണം? ഇപ്പം എങ്ങോട്ടാണ് ഈ പറയുന്നവരൊക്കെ പോയത്? സ്ഥാനാർത്ഥി എന്ന നിലയിൽ ചില പരിമിതികളുണ്ട്. ഞാൻ കൂടുതലായി ഈ സന്ദർഭത്തിൽ പ്രതികരിക്കുന്നത് അനുചിതമാകുന്നത് കൊണ്ടാണ്. എങ്ങോട്ടാണ് ഇപ്പോൾ അവർ പോയത്? നിങ്ങളല്ലേ ചോദിക്കേണ്ടത്. കൈപ്പത്തി ചിഹ്നത്തിലേക്ക് മത്സരിക്കാൻ കഴിഞ്ഞ 5 കൊല്ലം MLA, കഴിഞ്ഞ 4.25 കൊല്ലം KTDCയുടെ ചെയർമാൻ, ഇങ്ങനെയെല്ലാം ആയിരുന്നയാള് എവിടേക്കാണ് പോയിട്ടുള്ളത്? എന്താണ് നമ്മുടെ നാടിന്റെ ഏത് രാഷ്ട്രീയത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ഇവരെല്ലാം മുന്നോട്ട് പോകുന്നത്? അത് മാധ്യമപ്രവർത്തകർ ചോദിക്കേണ്ട ചോദ്യമാണ്. എന്റെ വിഷയമല്ല, ഞാൻ നിങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു മാത്രം. തുടർന്ന് UDF സ്വതന്ത്രനായി മത്സരിക്കുന്ന PK ശശി നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒപ്പം എത്തി സബ് കളക്ടർ മുൻപാകെ പത്രിക സമർപ്പിച്ചു. CPM വിമതനായി മത്സരിക്കുന്ന PK ശശി ദൈവനാമത്തിലാണ് പ്രതിജ്ഞ ചെയ്തത്. നിലവിൽ ഒറ്റപ്പാലം NDA സ്ഥാനാർത്ഥി മാത്രമാണ് ഇനി മുന്നണി സ്ഥാനാർത്ഥികളിൽ പത്രിക സമർപ്പിക്കാൻ ബാക്കിയുള്ളത്. CCN ഒറ്റപ്പാലം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട് മണ്ഡലത്തിൽ BJP സഖ്യത്തിന്റെ വിജയം സുനിശ്ചിതമാണെന്ന് സ്ഥാനാർത്ഥി ഐസക് വർഗീസ്. മണ്ഡലത്തിൽ BJP 3ാം സ്ഥാനത്താകുമെന്ന പ്രവചനങ്ങൾ ഇത്തവണ തിരുത്തപ്പെടുമെന്നും സ്ഥാനാർത്ഥി പറഞ്ഞു. ഞങ്ങളുടെ മനസ്സിലുള്ള ചില കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട്. അതെല്ലാം പങ്കുവെച്ചുകൊണ്ട് രാഷ്ട്രീയപരമായ എല്ലാവിധ കാര്യങ്ങൾക്കും മറുപടിയും അതേപോലെ തന്നെ ഞങ്ങൾ നിലപാടുകളും വ്യക്തമാക്കും. അത് നേതൃത്വത്തിൽ കിട്ടുന്ന നിർദ്ദേശപ്രകാരമായിരിക്കും ഞാൻ സംസാരിക്കുക. CPMന്റെ പാർട്ടി മെമ്പറായിരുന്നു, മറ്റു പല പദവികളും വഹിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ വിശ്വസ്തന്മാരിലെ ഒരാളാണ് പാലക്കാട് ജില്ലയിൽ ഞാനുള്ളത്, പലവരും ഒക്കെ അറിയാം. പക്ഷേ ഇപ്പോൾ സ്ഥാനങ്ങളെല്ലാം രാജിവെച്ച് ഞാൻ NDA കാൻഡിഡേറ്റായി മത്സരിക്കുകയാണ്. ശക്തമായൊരു മത്സരം ഇവിടെ ഉണ്ടായിരിക്കും. അത് ജയിക്കാനുള്ള മത്സരമാണ്. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചകളില്ലാതെയാണ് മത്സരം. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മത്സരിക്കേണ്ട ഒരു സീറ്റായിരുന്നു. അന്ന് ചില ഹൈപ്രോട്ടസ്റ്റിന്റെ പേരിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ മാറ്റി നിർത്തി. ഇപ്പോഴും അവര് വെച്ച സ്ഥാനാർത്ഥിയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും. പല രീതിയിലുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ വരുന്നുണ്ട്. അപ്പൊ ആ രീതിയിലാണ് വീണ്ടും ഒരു സ്ഥാനാർത്ഥിയെ പരിഗണിച്ചത്. അപ്പൊ അതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്നവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നവരും അതേപോലെ തന്നെ മറ്റെല്ലാവരും ഇടപെടലും സപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് NDA മത്സരിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചു. ഞാൻ മത്സരരംഗത്തേക്ക് ഇറങ്ങി. ഇനി ഞങ്ങൾ നേതാക്കന്മാരായ മനോജ് ചേട്ടൻ, അതേപോലെ മറ്റു നേതാക്കന്മാര്, ഞങ്ങളുടെ അരവിന്ദേട്ടൻ, ഞങ്ങളുടെ മറ്റെല്ലാ VDSന്റെ രാജീവ് എല്ലാവരും ഉണ്ട്. അപ്പൊ എല്ലാവരും പിന്തുണയിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കും. അത് ജയിക്കാനുള്ള മത്സരമാണ്. ജയിച്ചു വന്നിട്ട് ജയിച്ചു വരട്ടെ എന്ന് എല്ലാവരും ആശംസ പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണം. എന്തായാലും മത്സരം ജയിക്കാനുള്ള മത്സരം, ഒരു കോംപ്രമൈസോ കാര്യത്തിൽ ഉണ്ടാവില്ല. താൻ മുൻപ് CPM അംഗമായിരുന്നുവെന്നും CPI സീറ്റ് നൽകാത്തതിലുള്ള മറുപടിയാണ് NDA സ്ഥാനാർത്ഥിയായുള്ള തന്റെ മത്സരമെന്നും ഐസക് വർഗീസ് പറഞ്ഞു. ഇടതുമുന്നണിയെ പാഠം പഠിപ്പിക്കുക എന്നത് തന്റെ ലക്ഷ്യമാണെന്ന് ഐസക് വർഗീസ് പറഞ്ഞു. അല്ല, ചുവട് മറ്റല്ല, നമുക്കൊരു നിലപാടുണ്ട്. ആ നിലപാടിൽ നിന്ന് ഉണ്ടാവുന്ന ചില വിഷയങ്ങൾ രാഷ്ട്രീയമാണല്ലോ. CPIയുടെ സീറ്റാണ്, ഞാൻ CPIമാരാണ്. അവർ കഴിഞ്ഞ പ്രാവശ്യം തന്നെ അവർ ചെയ്തത് മറ്റൊരർത്ഥത്തിലാണ്. ഇതിപ്പോ അവരുടെ സീറ്റാണ്, നമുക്കതിൽ അവകാശം ഉന്നയിക്കേണ്ട കാര്യമില്ല.
എങ്കിലും ബിനോയ് വിശ്വത്തിനെ കത്ത് കൊടുത്തിരുന്നു, പ്രകാശ് ഭവൻ സഹാവിന് കത്ത് കൊടുത്തിരുന്നു. ആ കത്തുകൾ ജില്ലാ സെക്രട്ടറി ഞാൻ ധരിപ്പിച്ചിരുന്നു. അല്ല, അതിപ്പോ ജനങ്ങൾ പറയുന്നു, ഞാൻ പറയുന്നില്ല, ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ജനങ്ങൾ പറയുന്നത് പേയ്മെന്റ് സീറ്റാണ്. എനിക്കറിയില്ല, ജനങ്ങൾ പറയുന്നത് പേയ്മെന്റ് സീറ്റാണ്. കാരണം അദ്ദേഹം നമ്മളെ പോലെ താഴെക്കടയിലെ പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ CA2 ഓട്ടോറിക്ഷ ഡ്രൈവർ യൂണിയൻ മെമ്പറായിരുന്നു. പുതുശ്ശേരി പഞ്ചായത്തിലെ ബൂത്ത് പ്രസിഡന്റായിരുന്നു. കൗണ്ടിംഗ് ഏജന്റ് ആയിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് താഴെക്കടയിൽ വർക്കോസ് ഒട്ടിച്ച് വെല്ലുന്ന CPM-ലൂടെ. അപ്പൊ അങ്ങനെ ഒരു അദ്ദേഹത്തെ പറഞ്ഞിട്ടൊന്നും എനിക്കറിയില്ല. അതൊക്കെ ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് പറയേണ്ടത്. ഞാനിപ്പോ അതൊന്നും പറയാം, നാളെ മുതൽ പലതും പറയാതെ അവരുടെ നിർദ്ദേശം കിട്ടിയിട്ടേ പറയുള്ളൂ, അല്ല ഞാൻ പറയുന്നത്. ഇത് CPM-ന്റെ അല്ല, CPM തന്നെ വിടാനുള്ള സാഹചര്യം ഞാൻ പറഞ്ഞല്ലോ. ഞാൻ സീറ്റ് അവകാശപ്പെട്ടു ചോദിച്ചു, എനിക്ക് അതിനുള്ള നല്ല അവകാശമുണ്ട് ചോദിക്കാൻ. അത് CPM സീറ്റാണ്, അവർ വിട്ടു തരില്ല, അവർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കണമെന്ന് അവർ പറഞ്ഞു. ആ നിലപാട് ഞാനെന്നെ യോജിക്കില്ല. അപ്പൊ ഞാനിവിടെ മത്സരിക്കാൻ പ്രാപ്തനാണോ എന്ന് അവരെ പഠിപ്പിക്കണമല്ലോ. ആ പഠിപ്പിക്കേണ്ട നിലപാടാണ് ഞാൻ ഇവിടെ മത്സരിക്കാൻ തീരുമാനിച്ചത്. അതെനിക്ക് വേണ്ടപ്പെട്ട NDA പല പ്രധാനപ്പെട്ട നേതാക്കന്മാരും കണ്ടു, സംസാരിച്ചു, എന്നെ സ്നേഹിക്കുന്നവർ സംസാരിച്ചു, എനിക്ക് വേണ്ടി സഹായിക്കുന്ന പലരും ഇടപെടുന്നവരുണ്ട്. അതിപ്പോ ഞാൻ ചാനലിലൂടെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. അവരെല്ലാവരും ഇടപെട്ടു. അതിന് NDA സഖ്യം, പ്രത്യേകിച്ച് BJP, BDS എല്ലാവരും അതിൽ ശക്തമായ താല്പര്യം, സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് എനിക്ക് സീറ്റ് ലഭിച്ചു. ഞാൻ മത്സരിക്കുന്നു. അല്ല, CPM സീറ്റില്ല, അത് CPM അല്ലേ. അപ്പൊ ഞാൻ മത്സരം കഴിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ CPM സീറ്റാണ്, CPM-മാർക്ക് വിട്ടു തരാൻ പറ്റില്ല. അതൊക്കെ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവിടെ എനിക്ക് മത്സരിക്കാൻ യോഗ്യത ഉണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചു കൊടുക്കണല്ലോ. അതിന് എനിക്ക് ശക്തമായ പിന്തുണ കിട്ടിയിട്ടുണ്ട്. അത് ആ പിന്തുണ എന്ന് പറഞ്ഞാൽ NDA പിന്തുണയാണ്. അതാണ് എന്റെ മത്സരത്തിന്റെ അർത്ഥം. അത് ജയിക്കാനുള്ള ലെറ്റർ കൊടുത്തിരുന്നു. ബിനോയ് വിശ്വത്തിനൊത്ത് പ്രകാശ് ബാബു സംസ്ഥാന നേതാക്കന്മാർക്ക് കത്ത് കൊടുത്തിരുന്നു. തനിക്ക് 19,64,00,000 രൂപയുടെ ആസ്തിയുണ്ട്. അതിനാൽ തന്നെ MLA എന്ന നിലയിൽ ലഭിക്കുന്ന ഒരു പൈസ പോലും സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കില്ല. ആനുകൂല്യങ്ങളെല്ലാം പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി മാറ്റിവെക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. MLA എന്ന നിലയ്ക്കുള്ള ഒരു ആനുകൂല്യങ്ങളും ഞാൻ കൈപ്പറ്റില്ല. അത് പ്രകടനപത്രത്തിൽ വെക്കാന്നുള്ള ഞാൻ BDS-നോട് പറഞ്ഞിട്ടുണ്ട്. ഒരു ആനുകൂല്യങ്ങളും അത് ഇവിടെ പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി മാറ്റിവെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 5 പൈസ വേണ്ട. എന്റെ വണ്ടിയിൽ പെട്രോൾ അടിക്കുന്നത് പോലും ഞാൻ അധ്വാനിച്ച പൈസക്കാണ്. MLA നിലയ്ക്കിടുന്ന ഒരു പൈസ ഞാൻ എടുക്കില്ല എന്നുള്ളത് ഞാൻ BDS-നോട് പറഞ്ഞിട്ടുണ്ട്. ആ പൈസകൾ മുഴുവൻ ഇവിടുത്തെ പാവപ്പെട്ട കുട്ടികളെ NDA തീരുമാനിക്കുന്ന പാവപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾ ബന്ധപ്പെടുന്ന ആ രീതിയിലുള്ള കുട്ടികളെ പഠിപ്പിക്കാനും ചികിത്സിക്കാനും ഞാൻ കൊടുക്കും. ഇപ്പോഴും ഞാൻ 4 പേരെ പഠിപ്പിക്കുന്നുണ്ട്. ആ കണക്കൊന്നും പോയി നമ്മൾ ഇലക്ഷൻ സമയത്ത് പറയേണ്ട ആവശ്യമില്ല. എങ്കിലും പറയാം, അങ്ങനെയുള്ള അല്ലാതെ MLA എന്നുള്ള ഒരു പാരിതോഷിക്കല്ല ഉദ്ദേശിച്ച് ഒരു തരത്തിലുള്ള ഗവൺമെന്റ് ആനുകൂല്യം ഞാൻ പറ്റില്ല. എന്റെ വണ്ടിയിലാണ് യാത്ര, എന്റെ വണ്ടിയിലാണ് ഞാൻ എന്ത് കാര്യം പോകുള്ളൂ. ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് പറയാൻ. തിരുവനന്തപുരത്ത് പോകണമെങ്കിലും എന്റെ വണ്ടി ഇപ്പോഴേ ഇത്ര കാലം തിരുവനന്തപുരം പോയത് സ്വന്തം വണ്ടിയില്ലേ. ഇനിയിപ്പോ MLA 5 കൊല്ലം ആ വണ്ടിയിൽ പോകാനോ, അതാണ് എന്റെ തീരുമാനം. എന്റെ ഏറ്റവും വലിയ തീരുമാനം അതാണ്. BJP ഏറ്റെടുക്കുന്നത് വാർത്തയാണ്. ഒപ്പം തന്നെ പട്ടികയിൽ പോയത് മനോജിന്റെ പേരാണ്. പിന്നെ എന്തുകൊണ്ടാണ് BDS സ്ഥാനാർത്ഥി? അല്ല, അത് ഞാനല്ല മറുപടി പറഞ്ഞു. അങ്ങനെ സംഭവം ഉണ്ടായത് എനിക്ക് അറിയില്ല. അത് NDA ഇതാണ്. NDA ആണ്. മനോജേട്ടനാണ് എന്റെ പേര് നിർദ്ദേശിച്ചത് ഞാൻ പറഞ്ഞു കേട്ടത്. എനിക്കറിയില്ല. അത് മനോജേട്ടൻ അറിയാതെ എന്തായാലും ഞാൻ വരില്ല. അതേപോലെ അവരെല്ലാവരും സംഘം ഇവരുടെ പാർട്ടി BJP അറിയാതെ ഞാൻ വരില്ലല്ലോ. BJP അറിഞ്ഞിട്ടില്ല. BJP-ക്കാര് ഞാൻ വരണ്ടാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ എവിടെ വരും? അവർക്ക് കൂടി ഞാൻ വരണം എന്നുള്ള വളരെ ആത്മാർത്ഥമായിട്ട് അവർക്കറിയാം. ഇവിടേക്ക് പറ്റുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടായിരിക്കും അവരും കൂടി അംഗീകരിച്ചിട്ട് ഞാൻ വരാനുള്ള സാഹചര്യം. മണ്ണാർക്കാട് മണ്ഡലത്തിൽ BDJS സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന താൻ ജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. മണ്ഡലത്തിലെ ജനങ്ങൾ മാറ്റത്തിന് വോട്ട് ചെയ്യുമെന്നും ഐസക് വർഗീസ് കൂട്ടിച്ചേർത്തു. CCN മണ്ണാർക്കാട്. അട്ടപ്പാടിയിലെ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്നത് മണികണ്ഠൻ പൊറ്റശ്ശേരിയാണോ? CPI-യിൽ ആഭ്യന്തര കലഹം. മണികണ്ഠൻ പൊറ്റശ്ശേരിക്ക് നേരെ ഭീഷണിയും മുഴക്കുന്ന ഓഡിയോ സന്ദേശം പുറത്തു വന്നതോടെ വിവാദം പുകയുന്നു. VM ലത്തീഫ് ആരായി പാർട്ടിയില്? ഞങ്ങൾ സെക്രട്ടേറിയറ്റ് മെമ്പർമാരുടെ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗങ്ങളുണ്ട്. നിങ്ങൾ എന്ത് മുളുക്കിയ ന്യായം പറഞ്ഞാലും എന്റെ പണിയുടെ സാവേ നിങ്ങൾ കാണിച്ച തനി ചെറ്റത്തരവാ. അല്ല, നിങ്ങൾ ആർക്ക് തീർത്താൽ മതി. നിങ്ങൾ പലരും തീർക്കേണ്ടി വരും അട്ടപ്പാടിയില്. ഓക്കെ, നിങ്ങൾ കാണിച്ച പോക്കത്തരം കേട്ടോ. മേൽ നിങ്ങൾ അട്ടപ്പാടി വന്നിട്ട് ഇതേമാതിരി പോക്കത്തരം നിങ്ങൾ കാണിക്കരുത്.
CPI സ്ഥാനാർത്ഥി പര്യടനത്തിനിടെ പ്രചാരണ വാഹനത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം VM ലത്തീഫിനെ കയറ്റിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് പോരിലേക്ക് വഴിമാറിയത്. CPI അട്ടപ്പാടി സെക്രട്ടേറിയറ്റ് മെമ്പർ ജയചന്ദ്രനും സെക്രട്ടറി D രവിയും തമ്മിലുള്ള സംഭാഷണമാണ് പുറത്തായത്. എന്ത് സ്നേഹിക്കാൻ നിങ്ങൾ ചെയ്ത എന്റെ പൈസ എന്റെ മുമ്പിലാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്നല്ലേ MLA പോലും മുഹമ്മദ് മൂസിനെ പോലെ അവിടെ വണ്ടി കയറ്റൂല. കാരണം വെച്ചാൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറല്ല കയറേണ്ടത്, പാർട്ടിയുടെ ചാർജ് തന്നെ പാർട്ടി മണ്ഡലം സെക്രട്ടറിയാണ് കയറേണ്ടത്. പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടറിയാണ് കയറേണ്ടത്. CCN മണ്ണാർക്കാട്. മണ്ണാർക്കാട് മണ്ഡലത്തിലെ SDPI സ്ഥാനാർത്ഥി അഷിത നജീബിന്റെ പ്രചാരണം പുരോഗമിക്കുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പരിപാടികളിൽ ആവേശകരമായ സ്വീകരണമാണ് പ്രവർത്തകർ ഒരുക്കിയത്. മുന്നിൽ നിന്ന് നയിക്കട്ടെ, മുന്നിൽ നിന്ന് നയിക്കട്ടെ, SDPIയുടെ സാരഥി, SDPIയുടെ സാരഥി, മണ്ണാർക്കാടിൻ സാരഥി, മണ്ണാർക്കാടിൻ സാരഥി, അഷ്റഫ് നജീബ് നയിക്കട്ടെ, അഷ്റഫ് നജീബ് നയിക്കട്ടെ, മണ്ണാർക്കാടിൻ വികസനത്തെ, മണ്ണാർക്കാടിൻ വികസനത്തെ മാറ്റിമറിക്കാൻ വന്നവരാണ്, മാറ്റിമറിക്കാൻ വന്നവരാണ്. SDPIയുടെ സാരഥിയാണ്. ജനങ്ങളോട് എന്താ പറയാനുള്ളത്? മണ്ണാർക്കാടിന്റെ വികസനത്തിന് വേണ്ടി അവരുടെ ശബ്ദമായി, സാധാരണക്കാരുടെ ശബ്ദമായി നിയമസഭയിൽ മത്സരത്തിനൊരുങ്ങുകയാണ് ഞാൻ. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി നിങ്ങളെല്ലാവരുടെയും പിന്തുണ വേണം. എന്താണ് കാഴ്ചപ്പാടുകളൊക്കെ? എന്താണ് വികസന കാഴ്ചപ്പാടുകൾ മണ്ണാർക്കാടിന്റെ സാധാരണക്കാരുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവിടെ ഹോസ്പിറ്റലിലാണെങ്കിലും ഡോക്ടർമാരുടെ കുറവ്, അതുപോലെ റോഡിന്റെ ശോചനീയാവസ്ഥ, സ്ത്രീകൾക്ക് പിന്നെ അവരുടെ ഓരോ കാര്യങ്ങളും, ഓരോ കുറവുകളും നികത്താനും അവർക്ക് വേണ്ടി ശബ്ദിക്കാനുമാണ് ഞാനിപ്പോൾ മത്സരിക്കുന്നത്. CCN മണ്ണാർക്കാട്. കോട്ടപ്പാടം തെയ്യോട്ടുചിറയിലെ ആളൊഴിഞ്ഞ പറമ്പിൽ തീപിടുത്തം. നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും കൃത്യസമയത്തുള്ള ഇടപെടലിനെ തുടർന്ന് നിയന്ത്രണ വിധേയമാക്കി. ശനിയാഴ്ച രാവിലെ 11:30ഓടെയാണ് പറമ്പിലെ ഉണങ്ങിയ പുല്ലിനും അടിക്കാടിനും തീപിടിച്ചത്. തീ പടരുന്നത് കണ്ടയുടനെ ഓടിക്കൂടിയ നാട്ടുകാർ സ്വയം തീയണയ്ക്കാൻ ശ്രമിച്ചുവെങ്കിലും കാറ്റും കടുത്ത ചൂടും കാരണം തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് സമീപവാസിയായ അബ്ദുൾ സലാം ഉടൻ തന്നെ മണ്ണാർക്കാട് വട്ടമ്പലത്തുള്ള ഫയർ സ്റ്റേഷനിൽ വിവരമറിയിക്കുകയായിരുന്നു. മണ്ണാർക്കാട് സ്റ്റേഷൻ ഓഫീസർ ഗ്രേഡ് സേതുനാഥപിള്ളയുടെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ TN ശ്രീനിവാസൻ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ V സുരേഷ് കുമാർ, C റിജേഷ്, K പ്രശാന്ത്, MR രാഗിൽ എന്നിവരടങ്ങിയ സംഘം സ്ഥലത്തെത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത്. CCN ചത്തല്ലൂർ. കാണാതായ മധ്യവയസ്കനെ അയൽപ്പക്കത്തെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അലനല്ലൂർ കറുപ്പൻ വീട്ടിൽ അബ്ദുൽ അസീസാണ് മരിച്ചത്. 55 വയസ്സായിരുന്നു. നാട്ടുകൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കണ്ണംകുണ്ട് ഭാഗത്ത് ശനിയാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം. അലനല്ലൂർ ടൗണിലെ പച്ചക്കറി ഉണക്കമീൻ വ്യാപാരിയായിരുന്നു അസീസ്. വെള്ളിയാഴ്ച മുതൽ ഇദ്ദേഹത്തെ കാണാനില്ലായിരുന്നു എന്ന് വീട്ടുകാർ പറഞ്ഞു. തുടർന്ന് രാവിലെ മുതൽ നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിലാണ് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ മൃതദേഹം കണ്ടെത്തിയത്. നാട്ടുകൽ പോലീസും മണ്ണാർക്കാട് നിന്നെത്തിയ ഫയർഫോഴ്സും ചേർന്നാണ് മൃതദേഹം പുറത്തെടുത്തത്. തുടർന്ന് മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. CCN ചത്തല്ലൂർ. കരൾ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡ് മുന്നാഴിക്കുന്ന് സ്വദേശി ശ്രീജിത്തിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കാരുണ്യമതികളുടെ സഹായം തേടുന്നു. ചികിത്സയ്ക്കായി ഏകദേശം 20 ലക്ഷം രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്.
പോണ്ടിച്ചേരി ജിപ്മർ മെഡിക്കൽ കോളേജിലാണ് ശസ്ത്രക്രിയ നിശ്ചയിച്ചിരിക്കുന്നത്. ശ്രീജിത്തിന് കരൾ നൽകാൻ സഹോദരൻ ശ്രീജേഷ് സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെങ്കിലും ശസ്ത്രക്രിയയ്ക്കും തുടർന്നുള്ള ചികിത്സയ്ക്കുമായി ഏകദേശം 20 ലക്ഷം രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. പ്രായമായ മാതാപിതാക്കളും ഭാര്യയും 3 ചെറിയ മക്കളും അടങ്ങുന്നതാണ് ശ്രീജിത്തിന്റെ കുടുംബം. നിത്യവൃത്തിക്കായി കൂലിപ്പണിക്ക് പോയിരുന്ന കുടുംബത്തിന് ഈ വൻ തുക താങ്ങാവുന്നതിലും അപ്പുറമാണ്. ശ്രീജിത്തിന്റെ കുടുംബത്തെ സഹായിക്കുന്നതിനായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ജനകീയ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു. ശ്രീജിത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏറെ പരിചയമുള്ള ചെറുപ്പക്കാരൻ മാത്രമല്ല, നാട്ടിലെ ഏതൊരു പൊതുകാര്യങ്ങളിലുമൊക്കെ തന്നെ വളരെ സജീവമായി ഞങ്ങളോടൊപ്പം ഈ നാട്ടിലെ ആളുകളോടൊപ്പം നിൽക്കുന്നൊരു ചെറുപ്പക്കാരനാണ്. കരിമ്പുഴ ട്രോമാ കെയർ പോലെയുള്ള സന്നദ്ധ സംവിധാനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് ഏതൊരാൾക്ക് രക്തം ആവശ്യമായി വരുന്ന സമയത്തും ഒരു മടിയും കൂടാതെ അതിനെല്ലാം മുന്നിട്ടിറങ്ങുന്ന ചെറുപ്പക്കാരൻ്റെ ജീവൻ രക്ഷിക്കേണ്ടത് ഈ നാടിൻ്റെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ഭാര്യയും 3 കുട്ടികളും അടങ്ങുന്നതാണ് ശ്രീജിത്തിൻ്റെ കുടുംബം. ഒരു കുട്ടി 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മറ്റൊരു കുട്ടി UP സ്കൂളിൽ പഠിക്കുന്നു. ഒടുവിലത്തെ മകൻ പഠിക്കുന്നത് നമ്മൾ തൊട്ടടുത്തുള്ള ശ്രീരാമജയം LP സ്കൂളിലാണ്. ഞങ്ങൾക്കൊരു അഭ്യർത്ഥനയുള്ളത്, ഞങ്ങളുടെ നാട് ഈ ഒരു ചികിത്സയുടെ ചെലവ് കണ്ടെത്താൻ വേണ്ടി ഒരു സഹായ സമിതി രൂപീകരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളെക്കൊണ്ട് മാത്രം, ഈ നാട്ടിലുള്ള ഏതാനും ചില മനുഷ്യർ മാത്രം സഹായിച്ചതുകൊണ്ട് ഈ പ്രവർത്തനം പൂർത്തീകരിക്കാൻ കഴിയില്ല. ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്, വളരെ വിനയത്തോടു കൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്, ശ്രീജിത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള വലിയ പ്രയത്നത്തിൽ സുമനസ്സുകളായ മുഴുവൻ ആളുകളും, ഈ വാർത്ത കാണുന്ന ശ്രദ്ധിക്കുന്ന മുഴുവൻ ആളുകളും അവരവരെ കൊണ്ട് കഴിയാവുന്ന തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല രീതിയിലുള്ള ചികിത്സ എത്രയും പെട്ടെന്ന് ഉറപ്പുവരുത്തി ഈ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും സഹകരിക്കണമെന്ന് വളരെ വിനയപൂർവ്വം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. 2ാം വാർഡ് മെമ്പർ ദ്വാരകനാഥൻ രക്ഷാധികാരിയാണ്. കാരുണ്യ മനസ്സുകളുടെ സഹായം ശ്രീജിത്തിന്റെ കുടുംബത്തിനായി ഉണ്ടാവണമെന്ന് സജി ഇട്ടിക്കൽ, PG ദേവരാജൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജ്യോതിവാസൻ എന്നിവർ അഭ്യർത്ഥിച്ചു. ശ്രീജിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ, അതായത് ഒരു സന്നദ്ധ പ്രവർത്തനത്തിലായാലും അതുപോലെ പല നമുക്ക് ബ്ലഡിൻ്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ഓടിച്ചെന്ന് അത് കൊടുക്കാനും എല്ലാ കാര്യങ്ങളിലും സജീവമായിട്ട് പാർട്ടി തലത്തിലും ഒക്കെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു പയ്യനാണ് ശ്രീജിത്തിന് 3 കുട്ടികളും വൈഫും അമ്മയും അച്ഛനും ഒരു അനിയനുമാണ്. കല്യാണം കഴിയാത്തൊരു കുട്ടിയാണ് അനിയൻ. അപ്പോൾ ആ കുടുംബത്തിനെ രക്ഷിക്കുക എന്നുള്ളത് നമ്മളുടെ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും ഉത്തരവാദിത്തം ആണ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കാണുന്ന എല്ലാവരും, എല്ലാ നല്ല മനസ്സുള്ളവരും ഇതിൽ പങ്കാളികളായിട്ട് നമ്മളുടെ ശ്രീജിത്തിനെ നമുക്ക് പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു കൊണ്ടുവരാൻ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. CCN കടമ്പഴിപ്പുറം. പെരിന്തൽമണ്ണ നഗരത്തിലെ ട്രാഫിക് കുരുക്കിന് ശാശ്വത പരിഹാരം കാണാനുള്ള പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് പെരിന്തൽമണ്ണ മണ്ഡലം LDF സ്ഥാനാർത്ഥി VP മുഹമ്മദ് ഹനീഫ. ആവേശോജ്വലമായ പ്രകടനത്തിന്റെ അകമ്പടിയോടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്ന പ്രകടനത്തോടെയാണ് സ്ഥാനാർത്ഥി പത്രിക സമർപ്പിക്കാൻ എത്തിയത്. മണ്ഡലത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും യാത്രാക്ലേശം പരിഹരിക്കുന്നതിനും മുൻഗണന നൽകുമെന്ന് പത്രികാ സമർപ്പണത്തിനു ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ആ ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ കഴിയുന്ന ഒരു ജനപ്രതിനിധിയായി പെരിന്തൽമണ്ണക്ക് അനിവാര്യമാണ് എന്ന് പെരിന്തൽമണ്ണക്കാർ ചിന്തിക്കുന്നു. അതുകൊണ്ട് പെരിന്തൽമണ്ണയിലെ റിയലായിട്ടുള്ളൊരു ജനപ്രതിനിധിയായി താഴെത്തട്ടിലെ മനുഷ്യർക്കൊപ്പം നിന്ന് വളരെ താഴെ തലത്തിൽ നിന്ന് പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി വന്നയാളാണ്. മനൈമാഷയുടെയും മൂസക്കുട്ടിയാക്കയുടെയും മണ്ണാണ് പെരിന്തൽമണ്ണ. മുഹമ്മദ് മുസ്തഫയുടെയും സഖാവ് സെയ്താലിയുടെയും സഖാവ് സുബ്രഹ്മണ്യൻ്റെയും രക്തസാക്ഷിത്വം കൊണ്ട് ചുവന്ന മണ്ണ്. ആ ചുവന്ന മണ്ണിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തുന്ന ഉജ്ജ്വലമായിട്ടുള്ള ജനാധിപത്യപരമായിട്ടുള്ള പോരാട്ടമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നമ്മളെല്ലാം കാണുന്നത്.
പെരിന്തൽമണ്ണ സബ് കളക്ടർ സാക്ഷി മോഹൻ IAS മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിന്തൽമണ്ണ നഗരത്തിലെ ട്രാഫിക് കുരുക്കിന് ശാശ്വത പരിഹാരം കാണാനുള്ള പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് പെരിന്തൽമണ്ണ മണ്ഡലം LDF സ്ഥാനാർത്ഥി VP മുഹമ്മദ് ഹനീഫ. ആവേശോജ്വലമായ പ്രകടനത്തിന്റെ അകമ്പടിയോടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വരാനിരിക്കുന്ന മണിക്കൂറുകളിൽ മണ്ണാർക്കാട്ടെ മുസ്ലിം ലീഗിന്റെ ഐക്യം ബോധ്യപ്പെടുമെന്ന് UDF സ്ഥാനാർത്ഥി N ഷംസുദ്ദീൻ MLA. വൻ പ്രവർത്തക നിരയുടെ അകമ്പടിയോടെ തഹസിൽദാർ മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒറ്റപ്പാലം ഷൊർണൂർ നിയോജക മണ്ഡലങ്ങളിലെ മുന്നണി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഒറ്റപ്പാലം NDA സ്ഥാനാർത്ഥി ഒഴികെയുള്ളവരാണ് ശനിയാഴ്ച പത്രിക സമർപ്പിച്ചത്. UDF സ്വതന്ത്രൻ PK ശശി ദൈവനാമത്തിലാണ് പ്രതിജ്ഞ ചെയ്തത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട് മണ്ഡലത്തിൽ BJP സഖ്യത്തിന്റെ വിജയം സുനിശ്ചിതമാണെന്ന് സ്ഥാനാർത്ഥി ഐസക് വർഗീസ്. മണ്ഡലത്തിൽ BJP 3-ാം സ്ഥാനത്താകുമെന്ന പ്രവചനങ്ങൾ ഇത്തവണയും തിരുത്തപ്പെടുമെന്നും സ്ഥാനാർത്ഥി പറഞ്ഞു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.